ശവം തൂക്കുകാർക്ക് എന്ത് ഇന്ദിരാ ഗ്യാരണ്ടി, എന്ത് വയനാട്ടിലെ വീട്? മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതരെ സഹായിക്കാനെന്ന പേരിൽ കോൺഗ്രസ് നടത്തിയ പിരിവ് സമ്പൂർണ്ണ തട്ടിപ്പായിരുന്നു. 3 ചോദ്യങ്ങളാണ് ഇന്നെനിക്ക് ഉന്നയിക്കാൻ. 1, എന്തിനാണ് ആപ്പ് മുക്കിയത്? ധനലക്ഷ്മി ബാങ്കിലെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് പുറത്തുവിടാൻ കോൺഗ്രസ് തയ്യാറുണ്ടോ? വയനാട് ദുരിതബാധിതരെ സഹായിക്കാനാകുമ്പോ ഫണ്ട് നൽകാൻ ആരും മടിക്കാറില്ല. ചെറിയ തുക നൽകുന്നവരുണ്ടാകും, വലിയ തുക നൽകുന്നവരുണ്ടാകും. 25,000 പേർ ഫണ്ട് നൽകിയപ്പോഴാണ് 4.33 കോടി രൂപ എത്തിയത്. അപ്പോൾ ആപ്പിലൂടെ എത്തിയതെല്ലാം ചെറിയ തുകകളാണ്. വലിയ തുക നൽകിയിട്ടുള്ള വ്യക്തികളുണ്ട്, സർവീസ് സംഘടനകളുണ്ട്, പ്രവാസി സംഘടനകളുണ്ട്. അപ്പോൾ വ്യക്തികൾ നൽകിയ വലിയ തുകകൾ, സർവീസ് സംഘടനകൾ നൽകിയ തുകകൾ, പ്രവാസി സംഘടനകൾ നൽകിയ തുക എന്നിവയുടെ പോയി. ഹാഷ്ടാഗ് ഇട്ടതുകൊണ്ട് മാത്രം തെരഞ്ഞു കണ്ടുപിടിക്കാൻ കഴിഞ്ഞ പോസ്റ്റുകളാണിവ. ഈ തുകകളെല്ലാം ധനലക്ഷ്മി ബാങ്ക് അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ടോ? ധനലക്ഷ്മി ബാങ്കിന്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് പുറത്തുവിടാൻ തയ്യാറുണ്ടോ? ആപ്പിൽ പിരിഞ്ഞു കിട്ടി എന്ന് പറയുന്ന ആ തുകയിലും വ്യത്യാസമുണ്ട്. ആപ്പ് ക്ലോസ് ചെയ്യുമ്പോൾ പിരിഞ്ഞു കിട്ടിയ തുക എന്ന് ഡെവലപ്പർ പറയുന്നത് 3,78,66,708 രൂപ എന്നാണ്. 3,78,66,708 അതാണ് കറക്റ്റ് ഫിഗർ. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറയുന്നതാകട്ടെ 4.33 കോടി രൂപ. ഒരു മൊബൈൽ ആപ്ലിക്കേഷന്റെ പേയ്മെന്റ് ഗേറ്റ്വേയിലൂടെ സാധാരണഗതിയിൽ ഒരാൾ 1 ലക്ഷം രൂപ വരെയൊക്കെ ട്രാൻസ്ഫർ ചെയ്യാറുള്ളൂ. വ്യക്തികൾ നൽകിയിട്ടുള്ള വലിയ തുകകൾ, പ്രവാസി സംഘടനകൾ നൽകിയിട്ടുള്ള വലിയ തുകകൾ, സർവീസ് സംഘടനകൾ നൽകിയിട്ടുള്ള വലിയ തുകകൾ അപ്പോൾ ആപ്പിലൂടെ ആയിരിക്കില്ല വന്നിട്ടുണ്ടാവുക, ഓഫ്ലൈൻ മാർഗങ്ങളിലൂടെ ആയിരിക്കും. ആപ്പ് പുനഃസ്ഥാപിക്കാനുള്ള ധൈര്യം കോൺഗ്രസിനുണ്ടോ? ഞാൻ വെല്ലുവിളിച്ചു ചോദിക്കുന്നു. ആപ്പ് പുനഃസ്ഥാപിക്കാനുള്ള ധൈര്യം കോൺഗ്രസ് പാർട്ടിക്കുണ്ടോ? ആരാണ് കോൺഗ്രസ് വീടുകളുടെ ഗുണഭോക്താക്കൾ? കോൺഗ്രസ് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ നിങ്ങൾക്ക് വീട് വെച്ച് നൽകാമെന്ന്? സർക്കാർ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് പുറത്തിറക്കിയിട്ടുണ്ട്. മുസ്ലിം ലീഗും ചിലരോടെങ്കിലും തങ്ങൾ വീട് വെച്ച് നൽകാം എന്നറിയിച്ചിട്ടുണ്ട്. കോൺഗ്രസ് വീടുകളുടെ ഗുണഭോക്താവ് ആര് എന്ന് സംബന്ധിച്ച് എപ്പോഴെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ കൊടും വഞ്ചന കേട്ടപ്പോ അവര് സ്വാഭാവികമായും പുറത്തേക്ക് വന്ന് തങ്ങളെ കോൺഗ്രസ് ചതിച്ചില്ലേ എന്ന് ചോദിക്കുമായിരുന്നില്ലേ? യഥാർത്ഥത്തിൽ കോൺഗ്രസിന് അങ്ങനെ ഗുണഭോക്താക്കളുടെ ലിസ്റ്റില്ല. കോൺഗ്രസ് മേനി പറഞ്ഞു നടക്കാണ്, ഞങ്ങൾ വീട് വെക്കാൻ പോവുകയാണ്, അതിന്റെ പേരിൽ പിരിക്കുകയാണ്. പിരിച്ച തുക അക്കൗണ്ടിലില്ല. ആ തുക മുഴുവൻ ഇപ്പോ ആവിയായി പോയിരിക്കുന്നു. ഇതെല്ലാം യഥാർത്ഥത്തിൽ കോൺഗ്രസ് സൃഷ്ടിച്ച പുകമറ മാത്രമാണ്. അല്ലെങ്കിൽ കോൺഗ്രസ് പുറത്തേക്ക് വന്ന് പറയട്ടെ, ഞങ്ങളുടെ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് ഇതാണ്, ഇവർക്ക് ഞങ്ങൾ വീട് കൊടുക്കാൻ പോകുന്നു എന്ന്. അങ്ങനെ ഒരു ലിസ്റ്റ് ഇല്ല തന്നെ, അങ്ങനെ ഒരു ഗുണഭോക്താവില്ല തന്നെ. കോൺഗ്രസ് പറഞ്ഞു പറ്റിക്കുകയാണ്. വി ഡി സതീശൻ പറയുന്നത് AICCയുടെ KPCCയുടെ ഫണ്ട് എടുത്ത് വീട് വെക്കുമെന്നാണ്. AICC വീട് വെക്കാൻ എന്തെങ്കിലും പണം മാറ്റിവെച്ചിട്ടുണ്ടോ? അവരുടെ ബാലൻസ് ഷീറ്റിൽ അങ്ങനെ ഒരു ഫണ്ട് ഉള്ളതായി പറയുന്നില്ല. 10 ദിവസത്തിനകം പ്ലാൻ അംഗീകരിച്ച് വീട് പണി തുടങ്ങുമെന്ന് പറയുന്ന ലാഘവത്വത്തിൽ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ 10 ദിവസത്തിനുള്ളിൽ പ്ലാൻ അംഗീകരിച്ച് ഞങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം ഞങ്ങൾ തുടങ്ങും. അപ്പൊ 300 വീടാവും. ഞങ്ങൾ കല്ലിട്ട് അവിടെ പണി തുടങ്ങി. നിങ്ങൾ അന്വേഷിച്ച് നോക്ക്. പഞ്ചായത്തിൽ അപേക്ഷ പോലും കൊടുക്കാതെ വീട് പണി തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾ അവിടെ പോയി നോക്കൂ എന്ന് പറയുന്ന ലാഘവത്വത്തിലാണ് AICCയുടെയും KPCCയുടെയും ഫണ്ട് ഉപയോഗിച്ച് വീട് വെക്കുമെന്ന് പറയുന്നത്. വീട് പണിയാൻ KPCC ഫണ്ടിൽ നിന്ന് AICC ഫണ്ടിൽ നിന്നും പൈസ വരും. വയനാട്ടിൽ വീട് വെച്ചു കൊടുക്കുമെന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇന്ദിരാ ഗ്യാരണ്ടി. ഇന്ദിരാ ഗ്യാരണ്ടി തന്നെയാണ് വയനാട്ടിലെ വീടുകൾ. വയനാട്ടിലെ വീടുകൾ തന്നെയാണ് ഇന്ദിരാ ഗ്യാരണ്ടി. ശവം തൂക്കുകാർക്ക് എന്ത് ഇന്ദിരാ ഗ്യാരണ്ടി, എന്ത് വയനാട്ടിലെ വീട്?